അല്ല എന്തപ്പോ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കണ്ട് കണ്ടത് കുട്ടികള് സ്കൂള് കൂട്ടിയോണ്ട് പെരും കളിയാ 7-1 എന്നൊക്കെ പറഞ്ഞേട്ടോ. അപ്പൊ അങ്ങനെ പഴയ കാലം ഇങ്ങനെ ഓർത്തിട്ടേ ഇനിയിപ്പോ അതാണ് നല്ലത്. പഴയ കാലം ഇങ്ങനെ ഓർത്തിരിക്കണ്ടാണ് നല്ലത്. പിന്നെ വെക്കേഷൻ ആയ പെരും കളി കളിയൊക്കെ തന്നെയാണ്. ഇന്നലെ പെരുങ്കളിയാണ്. ആര്? ഞങ്ങള് നിങ്ങൾ ഇന്നലെ പാടത്തിറങ്ങിന്ന്? പാടത്തല്ല, പിന്നെ IPL DC ഞങ്ങളെ ടീമേ. എന്ത് നിങ്ങളെ ക്യാപ്റ്റൻ എങ്ങനെ ചീത്തറിഞ്ഞൊന്നുമില്ല, വർത്താനം പറഞ്ഞേ. അതിന്റെ ഓഡിയോ ഒന്നും അവൈലബിൾ അല്ലല്ലോ. അപ്പോത്തിന് ഇവിടെ കത്തിച്ചേണ്ട ആഴ്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഞങ്ങളെ ടീമത്തെ രാഹുലിനെ ചീത്തറിഞ്ഞാണ് അതിന് ഞങ്ങളെ ടീം കായ് മുടക്കിയ ആൾക്കാർക്ക് കുറച്ച് വേദന ഒക്കെ ഉണ്ടാവും. പണിയെടുത്താ പോലെ പൈസ ചെലവാക്കി അയാൾ കായ് മുടക്കിയല്ലോ. പിന്നെ അമ്മാരി കളി കളിച്ചാ പിന്നെ ഒരു തോല് വന്നപ്പോ ഇപ്പൊ മൂപ്പരിന്നിട്ട് പോസ്റ്റ് ഇട്ടിക്കണല്ലോ, ലോങ് സീസൺ ആണ്, ക്യാപ്റ്റനിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ. ബാക്കിയൊക്കെ വെറുതെ ഊഹാപോഹങ്ങൾ. നിങ്ങളെ പോലത്തെ ആൾക്കാർ കത്തിച്ചു വിടാ. എന്തൊക്കെയായിരുന്നു ഇന്നലെ തള്ളൂ, എന്താണ് തള്ളി മറിക്കാനു ഞങ്ങളെ ലിസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നോക്കണ്ട, എന്തോ ഭാഗ്യത്തിന് നിങ്ങള് ഇന്നലെ 10-26 റണ്ണായപ്പോ 4 വിക്കറ്റ് പോയിന്നാ. നിങ്ങൾക്ക് 26 റണ്ണായപ്പോ 4 വിക്കറ്റ് പോയിന്നില്ലേ? ബാക്കി പിന്നെ ബാറ്റ് ചെയ്ത പിന്നെ ആൾക്കാരാ നിന്ന് കളിച്ചു. നിങ്ങൾ ആകെ ചടച്ചു. ഒക്കെ കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ഒരു 50 ആണ് ആകെ അടിച്ചത്. അതേപോലെ ഇപ്പൊ ഇങ്ങനെ ഒരു 50 കൊല്ലത്തെ കഴിഞ്ഞ് അതന്നെ കൊല്ലത്തെ കോട്ട. ഞങ്ങൾ കളിച്ചാലെന്താ കളിയല്ലത്, എപ്പോഴും അങ്ങനെ തന്നെ കളിച്ചാൽ പറ്റൂല. ഞങ്ങള് നല്ല നീറ്റായിട്ട് കളിച്ചു. ബൗളിംഗ് ഒക്കെ നോക്കി. ബൗളിങ് നിങ്ങൾ ഇന്നലെ കളിയാക്കിയ ആൾക്കാര് എല്ലാരും ഫോമായി. നട്ടരാജന് ഫോമായി, ഇങ്കിടി ഫോമായി. എന്ത് നല്ല സുന്ദരമായ ക്യാപ്റ്റനും പൂരനും ശരിയായില്ല. എന്ത് നല്ല പൂരൻ ഭയങ്കര കളിയാവും. ഒരു കളിയിൽ പറഞ്ഞു വിട്ടില്ലേ, പൂരനൊന്നും ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. പന്തൊക്കെ ഒരു കളി മോശമായി വിചാരിച്ചാൽ ഇതാൻ കാണാൻ പറ്റില്ല. എന്ത് സുഖമായി അറിയോ. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടേനു. നിങ്ങൾ ഇങ്ങനെ അവിടെ മറിഞ്ഞ് ഇങ്ങനെ കളിച്ചാന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ ബൗളിങ് എന്തൊക്കെയാണ് ബൗളിംഗ് എന്ന് പറഞ്ഞാല് സുന്ദരമായ ബൗളിങ്ങുകള്. നട്ടരാജന്റെ ബോളിംഗ് ഒക്കെ കാണുന്നത് ഞങ്ങൾ തുടക്കത്തിൽ 4 വിക്കറ്റ് നിങ്ങൾ കൊടുത്തേക്കണേ. അപ്പൊ അതത്രേ ഉള്ളൂ. 10 വിക്കറ്റാ ഞങ്ങൾ എടുത്ത്. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും, അത്രേ ഉള്ളൂ. ഇത് തിരിച്ചു വരാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ IPL എന്ന് പറഞ്ഞാല് 14 കളി ഒരു ടീമിനുണ്ട്. ഒരു കളി ജയിച്ചപ്പോ നിങ്ങൾ കപ്പെടുത്ത പോലെ ആഘോഷം. കപ്പെടുത്തൊന്നും അറിയില്ല. നിങ്ങളെ ഈ അഹങ്കാരം തീർത്തു. അസ്കർ പട്ടേൽ ഇപ്പൊ നിലത്തെ കാട്ടിയൊന്നും കാട്ടിയില്ലല്ലോ. സുന്ദരമായി ബോൾ ചെയ്തില്ലേ. എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. ബോളിങ്ങോ ബാറ്റിങ്ങോ രണ്ടുണ്ട് ഞങ്ങളെ ക്യാപ്റ്റന്. നിങ്ങളെ ക്യാപ്റ്റനൊക്കെ എന്തല്ലേ? ഞങ്ങൾ ക്യാപ്റ്റൻ അടിപൊളി കീപ്പറാണ്. ബാറ്റിങ്ങിന് വരുമ്പോ ക്രീസിൽ നിന്ന് കുത്തിമറിയും. വേറെ ഒന്നുമില്ല. അത് കാണാം. എന്തിനൊന്നും അങ്ങനെ ഒന്നും ആരും എഴുതി തള്ളണ്ട. പിന്നെ ഗോയങ്ക പറഞ്ഞത് നിങ്ങൾ നോക്കണ്ട. അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഗോയങ്കക്ക് തന്നെ മനസ്സിലായി, ഫസ്റ്റ് കളി തന്നെ മനസ്സിലായി മൂപ്പര് മൊത്തം പോകുകയാണല്ലോ. അതിന് ചീത്ത പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ്ട് അസ്യൂം ചെയ്യാം. അതിന്റെ വോയിസ് ഒരു മനുഷ്യനും. ഗോയങ്ക അങ്ങനെ പറയണെങ്കിൽ ആ ചീത്ത പറച്ചിൽ തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് പ്രജുഡിസ് പറയുകയാണെങ്കിൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം രാഹുലിന് എന്തുണ്ടായി? അതന്നല്ലേ ഔട്ടായി ഫസ്റ്റ് ബോൾ തന്നെ. അത് സാരമില്ല, അത് സാരമില്ല. ഞാൻ പറയാൻ വിട്ടതാ. വലിയ ആൾക്കാരാണ്. അത് സാരമില്ല. അടുത്തൊക്കെ പ്രഖ്യാപനങ്ങളാണ്. അടുത്ത കളിയിൽ അത് ശരിയാക്കിക്കോളൂ. അതൊരു ടെൻഷൻ ഞങ്ങളും പറഞ്ഞോളൂ. അടുത്ത കളി ശരിയാക്കിക്കോളും.